എന്നിട്ട് നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് DCCയുടെ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ് ആന്തൂരിൽ തട്ടിക്കൊണ്ടുപോയി. അത് കേട്ടിട്ട് പോലീസുകാർ ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോയി നോക്കുകയാണ്. അപ്പോൾ വീട്ടിലെ ആളുണ്ട്. അയാൾ പോലീസിനോട് നേരിട്ട് പറയാണ്, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയില്ല, ഞാൻ സ്വമേധയാ മത്സരിക്കേണ്ട എന്ന് വെച്ചു, അതുകൊണ്ട് പിൻവലിച്ചു. അതിന് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നോക്ക്, എന്തിനാണ് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആളെ കിട്ടാത്തതിന് CPIM-നെ എന്തിനാണ് നിങ്ങൾ CPIM-ന്റെ മേലെ എന്തിനാണ് പഴിചാരുന്നത്? നിങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കേണ്ട പണി CPIM-നില്ല. നിങ്ങൾ കാണില്ലെങ്കിൽ അതിന് ഉത്തരവാദി ഞങ്ങളല്ല. പക്ഷെ നിങ്ങൾ കാണില്ലാത്തതിൻ്റെ ദൗർബല്യം നിങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ മേലെ ഇട്ട്, ഞങ്ങൾ വലിയ കേമന്മാരാണ്, പക്ഷേ CPIM-ന്റെ ആളുകളൊന്ന് മീശ പിരിച്ചു കളഞ്ഞു, ഇപ്പുറത്ത് വേറെ ചില ആളുകൾ ചേർന്നിട്ട് കണ്ണു പിഴിച്ചു കളഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചുകൊണ്ട് ഞങ്ങൾ നോമിനേഷൻ കൊടുത്തില്ല. എന്തൊരു അപമാനകരമായ ഡിഫൻസാണ് എൻ്റെ DCC പ്രസിഡന്റ്. ഇങ്ങനെ അപമാനകരമായി പറയാൻ പാടുണ്ടോ? ഇതേ നിങ്ങളല്ലേ 2 മാസം വന്നിട്ട് മുമ്പേ മലപ്പട്ടത്ത് വന്നിട്ട് വിറപ്പിച്ച് പോയത്. ഞങ്ങൾ മലപ്പട്ടമാർ പിടിച്ചു കളയുമെന്ന് പറഞ്ഞ് പോയവർ നിങ്ങളല്ലേ. ഒരു ഭാഗത്ത് പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിക്കുക, മറുഭാഗത്ത് ഇരവാദം. രണ്ടും നടക്കും. ഒന്നുകിൽ നിങ്ങൾ മലപ്പട്ടം പിടിക്കാൻ വേണ്ടി പോവുകയാണെന്ന് ശക്തമായിട്ട് പറയുക, ആന്തൂര് പിടിക്കാൻ വേണ്ടി പോവുകയാണെന്ന് ശക്തമായിട്ട് പറയുക, അല്ലെങ്കിൽ ഇരവാദമായിട്ട് നടക്കുക. തരാതരം ഓരോന്നും പറയരുത് എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുക. 6 എണ്ണം നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് എല്ലായിടത്തും ആളെ നോക്കി, ആളെ കിട്ടി. ഇപ്പം അവസാനം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആളുകളുണ്ട് ആന്തൂരിലൊക്കെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് CPM ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി കഴിയാത്തത് എന്നാണല്ലോ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നേതാവ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ആൾ ഒരുപാട് കിട്ടുന്നതാണെങ്കിൽ ഒരു വീട്ടിൽ 5 പേരെ നിങ്ങൾ എന്തിനാണ് മത്സരിപ്പിക്കുന്നത്? കേട്ടിട്ടുണ്ടോ? ആന്തൂരിൽ 5 വാർഡുകളിൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ ഒരു വീട്ടിലെ ആളുകളാണ്. ഒരു വീട്ടിലെ 5 പേർ വിവിധ വാർഡുകളിൽ മത്സരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിലെ ഏത് മേഖലയിലുള്ള ആളുകൾക്കും വിവിധ വാർഡുകളിൽ സ്ഥാനാർത്ഥിയാവാം. പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട്, അവിടെ പ്രപ്പോസ് ചെയ്യാൻ ആ വാർഡിലെ ആളെ തന്നെ കിട്ടണം. അപ്പോൾ വാർഡിലെ ആളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മറ്റ് സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വീട്ടിലെ 5 പേര് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോലും ആളെ കിട്ടാത്തത് കൊണ്ട് ആന്തൂരിൽ 2 നോമിനേഷൻ കൊടുത്തില്ല. ഇതല്ലേ യാഥാർത്ഥ്യം? ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരെ ക്ഷണിക്കുക, നിങ്ങളുടെ കൂടെ ഞാനും വരാം. നിങ്ങൾ ഈ പറയുന്ന വീടുകളിലൊന്ന് പോകണം, നിങ്ങളോടൊപ്പം ഞാനും വരാം. നിങ്ങൾ വേണമെങ്കിൽ DCC പ്രസിഡന്റിനെ കൂട്ടിക്കും. ഭീഷണിപ്പെടുത്തി നോമിനേഷൻ പിൻവലിച്ചു എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് ഞാനും വരാം. എന്നിട്ട് അവരോട് DCC പ്രസിഡന്റിന്റെ മുന്നിൽ വെച്ച് ചോദിക്കുക, ആരെങ്കിലും താങ്കളെ ഭീഷണിപ്പെടുത്തിയോ, ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ? അപ്പോഴെന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ പെരുന്നൊണ പ്രചരിപ്പിച്ച് സ്വന്തം മുഖം വികൃതമായതിൻ്റെ പേരിൽ മുന്നിലുള്ള കണ്ണാടി തല്ലി പൊളിച്ചിട്ട് കാര്യമില്ല. മുഖം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ പറയുകയാണ്.